ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണല്ലേ, നിങ്ങൾ റെഡിയാണോ? അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും പിന്നെ കമൻറ്റൊക്കെ പറ്റ കമ്മിയാണ് കേട്ടോ മക്കളെ, ഒരു കമൻറ്റ് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തുടങ്ങാമല്ലേ. അപ്പോൾ രാവിലെ തന്നെ നീച്ചാൽ എല്ലാവർക്കും ഉള്ള പണി എന്താ? ചായക്ക് വെള്ളം വെക്കൽ തന്നെയാണ് അല്ലേ. അപ്പോൾ രാവിലെ തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചു. ഇനി നമുക്ക് അപ്പാണ് കേട്ടോ, ഒന്ന് ചീയപ്പാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിനെ. അപ്പോൾ നല്ലോണം ഒന്ന് കേകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ കടി ഉണ്ടാക്കണം. അതിങ്ങനെ തലേന്ന് ഇങ്ങനെ ചിന്തിച്ച് കുത്തിർക്കും, പടച്ചോനെ എന്താ അപ്പം ഇനി നാളെ രാവിലെ കടി ഉണ്ടാക്കാന്ന്. കടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തപ്പിത്തെരഞ്ഞുണ്ടാക്കി നിൽക്കുമ്പോൾ പിന്നെ ഇങ്ങനെ നേരം വെളുത്ത് ചായക്ക് ഇങ്ങനെ കടി ഉണ്ടാക്കുമ്പോഴേക്കാരം പടച്ച തമ്പുരാന് എന്താ അപ്പം ഉച്ചക്ക് ചാറുണ്ടാക്കണത്, എന്താ കൂട്ടാണ്ടാക്കണത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ കുത്തിർക്കൂലേ. അപ്പോൾ മീനൊന്നും ഇല്ലെങ്കിൽ ചിന്നയാളെ ഒരു കൂട്ടാനും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മീനുണ്ടെങ്കിൽ നല്ല സുഖം, എന്തെങ്കിലും ഒരു താളിപ്പോ അതിക്ക് എന്തെങ്കിലും ഒരു ചാറൊക്കെ അങ്ങോട്ട് തട്ടിക്കൂട്ടി, അല്ലെങ്കിൽ ആ മീനിൻ്റെ തലയൊക്കെ ഇട്ടിട്ട് ഒന്നൊരു ചെറിയൊരു വെള്ളം ഉണ്ടാക്കിയാലൊക്കെ മതി. മീനില്ലെങ്കിൽ ഒരു കൂട്ടാനുമില്ല. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് കൂട്ടാൻ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ വീട്ടമ്മമാരെയും ഒരു ചിന്തയിക്കാരം മനസ്സിൽ. നേരം വെളുത്തല്ല ചിന്തയാണ് ചായക്ക് കടി ഉണ്ടാക്കുന്നതും ഉച്ചക്ക് ചാറുണ്ടാക്കുന്നതും. വൈകുന്നേരം പിന്നെ കുഴപ്പമില്ല കേട്ടോ, കാരണം ഈ ഉച്ചക്ക് ചാറുണ്ടാക്കിയത് തന്നെ ഉണ്ടാവും വൈകുന്നേരത്തിനും, അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. ആ രാവിലെ അങ്ങനെ ചിന്തിച്ചുമ്പോഴാണ് എന്തെങ്കിലും ഒരു ചാറ് ഇങ്ങോട്ട് ഉണ്ടായി കിട്ടണം, അതിനാണ് പണി. എല്ലാവരെയും അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ. ഇഞ്ചതാണ് ഒട്ടുമിക്ക വീട്ടമ്മമാരെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. നേരം വെളുത്താൽ ചായക്ക് കടി തരിയലും എന്ന മാതിരി ഉച്ചക്ക് ചാറുണ്ടാക്കലും അത് തന്നെയാണ്, കൂട്ടാൻ തരിക. അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ചായക്കൊക്കെ വെള്ളം വെച്ച് ഇന്ന് ഏതായാലും ചീയപ്പം ചൂടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇന്ന് മുക്കി വെച്ചിരിക്കണം കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമുക്ക് ചീയപ്പം ചൂടുമ്പം ഇച്ചി കുറച്ച് ചൂടുവെള്ളം പാരണം, എന്നെങ്കിൽ ഇഞ്ചൊരപ്പം ശരിയാവുള്ളൂ. അപ്പം നാളെ ചീയപ്പം ചൂട്ടപ്പം അങ്ങനെ പറഞ്ഞപ്പം ചീയപ്പം തന്നെ തോന്നുന്നുണ്ട് കുറച്ച് ചൂടുവെള്ളം പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ്. അതേമാതിരി ഗ്യാസുമ്മേ ചുട്ടാൽ ശരിയാവില്ല, ചിലവിലൊക്കെ ചുട്ടാൽ ശരിയാവുന്നുണ്ടല്ലോ കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ ചുട്ടാൽ ശരിയാകലില്ല. ഞാൻ ഇഞ്ച കാര്യം പറഞ്ഞു, നിങ്ങളെ കാര്യവും പറഞ്ഞു കേട്ടോ. അപ്പം നാളെ കമൻറ്റ് ഉണ്ട് ഇനി ഓയിലത് ശരിയാകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേങ്കിൽ ഇഞ്ചത് എങ്ങനെ ചുട്ടാലും നന്നാവില്ല മക്കളെ, ഇച്ചറിയില്ല എന്താണ് എന്നുള്ളത് അറിയില്ല. നമ്മൾ ഗ്യാസുമ്മലൊക്കെ ചുട്ടാൽ ഒരു ഭാഗം വേകാത്ത മാതിരിയൊക്കെ കാരം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചൊക്കെ കത്തിച്ച് കണ്ടാണ് ചുടൽ തന്നെയാണ് കേട്ടോ അടുപ്പത്ത് തന്നെ. അപ്പോൾ അതാക്കണം നമ്മൾ അരിയൊക്കെ നല്ല ഉസാറാക്കിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്തുക്കണേ. ഇനി നമുക്ക് മുക്കി വെച്ച കുറച്ച് ചൂടുവെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പാർന്ന് നമ്മൾ മിക്സിൻ്റെ ജാറൊന്ന് കേകി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ പറ്റി കിടക്കണതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുലുക്കിയിട്ട് നമുക്ക് അയക്കനാണ് പാർന്ന് കൊടുക്കുക. അപ്പം നല്ലോണം വെള്ളം ഏറിയാലും നമ്മൾ ഈ അപ്പം നന്നാവില്ല. ഇന്ന് പറ്റ വെള്ളം കുറഞ്ഞാലോ പറ്റ കട്ടില്ല അപ്പം ഈ കാരം. അങ്ങനെ അപ്പം തിന്നാലും ഒരു ബൗസും ഉണ്ടാവില്ല കേട്ടോ. അതിങ്ങനെ കട്ടില്ലാത്തൊരപ്പത്തിൽ ഇങ്ങനെ ചുട്ടിങ്ങനെ എടുക്കണം, ഇങ്ങനെ തിന്നണം. ചാറൊക്കെ പാർന്ന് ഇങ്ങനെ കുഴച്ചിങ്ങനെ തിന്നണം. അതിൻ്റെ ഒരു രസം വല്ലാത്ത രസമാണ് കേട്ടോ. ഒട്ടുമിക്ക പെരയിലും ഈ ഒരു ചീയപ്പം തന്നെ ഈ കാരം നമ്മളവിടെ. ഏതൊരു പെരയിൽ ചോദിച്ചാലും എന്താ കടി ചോദിച്ചാൽ അപ്പം ചീയപ്പം അത് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ ചട്ടിനി. അപ്പോൾ ഏതായാലും നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ട് ഞാൻ എന്താട്ടി നമുക്ക് തിരിച്ചൊന്ന് മൂട്ടിയെടുക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ കുറേ കടലാസൊക്കെ ഈ മക്കളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് അടുപ്പിൻ്റെ വീതൻ്റെ ചൂട്ട് കൊണ്ടിടണം. അതെന്തിനാ വെച്ചാൽ ഇച്ച് തിരിച്ചുടിപ്പിച്ചാനാണ്. അല്ലെങ്കിൽ നേരം വെളുത്ത ഈ തിരിച്ചുടിപ്പിക്കുന്ന നേരത്തുണ്ടല്ലോ കടലാസും തിരഞ്ഞ് നടക്കണം. ആ തിരഞ്ഞെടുക്കണ നേരത്ത് ഒരൊറ്റ കടലാസും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ഇങ്ങനെ കിട്ടുന്ന കടലാസൊക്കെ അടുപ്പ് കൊണ്ടേക്കും, അല്ലെങ്കിൽ ഈ വീതൻ്റെ ചുവട്ടിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പേപ്പറുകളാണ് കേട്ടോ. ഒന്നും നമ്മൾ വെറുതെ കളിയില്ല, കാരണം എപ്പോഴെങ്കിലും ഒരു കുടുങ്ങിയ നേരത്തെ ഒരു പേപ്പർ കഷ്ണം കിട്ടാൻ വല്ലാത്തൊരു പണിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ തിരിച്ചൊക്കെ ഒന്ന് മൂട്ടാനും വേണ്ടി വിറകൊക്കെ വെച്ചു, ഓലക്കൊടി വെച്ചു, 2 പേപ്പറും കഷ്ണങ്ങളൊക്കെ ആയി കിട്ടും. അപ്പോൾ നിങ്ങളാരും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അത് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണെന്നില്ലേ, അതിനാണ് ഞാൻ ആ പേപ്പർ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ കത്തിച്ച് കൊണ്ടുവന്നത് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ വിചാരിച്ചും പ്ലാസ്റ്റിക്കിൻ്റെ കവറാണോ കത്തിച്ചണേന്നൊക്കെ ഉണ്ടാകും. അപ്പം അല്ല കേട്ടോ, പേപ്പറും കഷ്ണങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പം അങ്ങനെ ഇതാകണേ ഞാൻ തിരിച്ചൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ പേപ്പറുമ്പോൾ കത്തിപ്പിടിച്ച് ഓലക്കൊടിമ കത്തിപ്പിടിച്ചാൽ എളുപ്പം കത്തുട്ടോ. ചില നേരത്തെ നമ്മൾ തിരിച്ചിനൊരു കൊമ്മലുണ്ട് കേട്ടോ.
അപ്പം ആ നേരത്തെ നമുക്കൊരു പിരാന്താണ് കേട്ടോ. ഇപ്പോൾ ഏതായാലും കത്തിക്കണം കേട്ടോ. ബാക്കിയുള്ള പേപ്പറും കഷ്ണങ്ങളും കൂടിയൊക്കെ നമുക്ക് കൈക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ നമുക്ക് നമ്മളെ അപ്പച്ചട്ടി ഉണ്ടല്ലോ അതൊന്ന് കേകിയിട്ട് വരണം കേട്ടോ. അങ്ങനെ തിജ്ജൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ സൂപ്പറായിട്ട് തന്നെ ഇപ്പോൾ തിജ്ജ് നല്ല ഉസാറായിട്ട് കത്തണുണ്ട്. ഇനി നമുക്ക് നമ്മൾ അപ്പച്ചട്ടി മൂറിയിട്ട് ഒന്ന് കുടന്ന് വെച്ചിക്കണേ. ഇനി നല്ലോണം ഒന്ന് ചൂടാകട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടാകുമ്പോഴത്തേന് ചായൻ്റെ വെള്ളം തിളച്ചിക്കണോ നോക്കണം. പഞ്ചസാരയും ഇതൊക്കെ ഇട്ട് പോകുന്നതല്ലേ. അപ്പം തരില്ല ഒരു ചായപ്പൊടി ഉണ്ടല്ലോ നമ്മളെ വയനാട്ടിൽ നിന്നും ഊട്ടിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന നല്ല കടുകിൻ്റെ മരിക്കത്തെ അതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ചിട്ട് തന്നെ തിളക്കണം എന്നെങ്കിൽ നമുക്ക് ഒരു കളർ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണേ. ഞാൻ തിജ്ജൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ചു. നമ്മളെ മാവ് ഞാനവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചായൻ്റെ വെള്ളമൊക്കെ ഓഫാക്കിനെ. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടേന്ന് കരുതിയിട്ടാ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങനെ ചായ കുടിച്ചിട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞ് ഈ ചായ കുടിച്ചിട്ട് വീഡിയോ ഒന്ന് ഒഴിവാക്കിക്കളണ്ടീന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഒഴിവാക്കാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നും കൂടി ഞാൻ ഈ വീഡിയോ ഇതിലിടട്ടെ കേട്ടോ. ഇനി മുതൽ ഞാൻ ഈ ചായ കുടിച്ചിട്ട് വീഡിയോ ഇടൂല കേട്ടോ. അതേ പറഞ്ഞ മാതിരി ആ കമൻറ്റ് തന്നെ പറഞ്ഞു കേട്ടോ. നമ്മളെ തമ്മിലൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാൻ. എങ്ങനെ തമ്മിൽ ഇനി സെറ്റാണത്? ഈ ചെത്ത സെറ്റാക്കിയിട്ടിട്ടും വ്യൂസ് കമ്മി തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നല്ലതിനാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല കുറേ സങ്കടം പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞെന്നാണ് കേട്ടോ. അപ്പോൾ അറിയുന്ന ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കേൾക്കണമല്ലോ. അപ്പം എന്നാൽ ഈ ചായ കുടിച്ചിട്ട് എന്നാൽ നമുക്ക് വേണ്ട. ഇന്നിപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ എടുത്തില്ലേ. അപ്പം എന്നാൽ അതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നോക്കാം തമ്മിലൊക്കെ സെറ്റാക്കാൻ വെക്കുമെന്നില്ല അതൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നീച്ചു പോയത് എന്താണെന്നറിയാം. നമ്മൾ ചായ കുടിച്ചാൽ മടിയിരുന്നപ്പം നമ്മളെ തിജ്ജ് ഒപ്പം പോകുന്നേക്കണം കേട്ടോ. അത്രയും നല്ല ഉസാറായിട്ട് കത്തീനെ തിജ്ജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാനൊന്ന് ചായ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇതിന് ഒപ്പാണ് പോകുന്നേക്കണം കേട്ടോ. ചായ കുടിച്ചാൽ കരേ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലവർക്ക് ചളി തമാശയാണെന്നൊക്കെ തോന്നും കേട്ടോ. ഇച്ചറിയില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കാണും ചേരാൻ. നമ്മളെ മക്കളെ പണി നോക്കുകയാണെങ്കിൽ ഓടക്കൊയൽ എത്ര ഊതിയിട്ടും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഊതണുണ്ട്. എന്താ പറമ്പ് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കണേ നോക്കുമ്പം നമ്മളെ മക്കളുണ്ട് ഓടക്കൊല്ലിൻ്റെ ഉള്ളിൽ വലിയ ഓരോ ഓലക്കൊടി തിരികെ പറിച്ച തമ്പുരാൻ. നിങ്ങൾ എഴുതിയ പാമ്പാണോന്ന്? പാമ്പല്ല കേട്ടോ, അത് ഓലക്കൊടിയാണ്. മക്കളോരോ വിക്രസാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ ഉച്ചക്കൊന്ന് കണ്ണ് മാളുമ്പോൾ നമ്മളെ മക്കൾക്കില്ല പണിയാണ് മക്കളെ അതൊക്കെ. എല്ലായിടത്തെ മക്കളും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം. അപ്പോൾ അതൊക്കെ സ്കൂളില്ലാത്തന്നേ മഴ ഉണ്ടാവുമ്പം സ്കൂളും ഉണ്ടാവില്ല. സ്കൂളില്ലെന്ന് നല്ല മഴ ഇക്കാരം. മഴ അങ്ങനെ പറ്റിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഏതായാലും ഞാൻ പിന്നെയും കടലാസമ്മലും ഓലക്കൊടിമലൊക്കെ കൊണ്ട് കത്തിച്ചിട്ട് ഒന്നുകൂടി കത്തിച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് കെടൂല എന്നാണ് ഇപ്പം ഇനി നമ്മളൊരു വിശ്വാസം. അങ്ങനെ ഏതായാലും ചകിരിയും ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ചായയും കൂടി നമുക്ക് കുടിച്ചിട്ട് നമുക്ക് അപ്പം ചൂടാൻ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ പോയി കുത്തിർക്കാൻ നേരമല്ല. അങ്ങനെ അതാ ചട്ടിക നല്ല അടിപൊളിയായിട്ട് ചൂടായി വന്നിക്കണേ. എണ്ണ നമ്മളൊന്ന് പുരട്ടി കൊടുത്തിക്കണേ. അപ്പോൾ അതാ നമ്മളെ ചട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടല്ലേ ഇത് പോണുണ്ട്, പുക ഇങ്ങനെ പോണുണ്ടല്ലേ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിക്കണേ. ഇനി നമുക്ക് പാർന്ന് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ മാവ് കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഈ അപ്പം ഇങ്ങനെ ആയിക്കണത്. ഇങ്ങനെയല്ല ആകേണ്ടിയത്. ഇങ്ങനെ ആയാൽ തിന്നാനൊരു ബൗസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം പാർന്നിട്ടോ. അപ്പോൾ പാർന്ന് കൊടുത്തത് പച്ചവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമല്ലേ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ലൂസാക്കി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി ആ അപ്പം എടുത്തിട്ട് ഇനി നമുക്ക് മറ്റേ അപ്പം കൂടി ഒന്ന് ചുട്ടുവെക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അരി അരക്കുമ്പോൾ വെള്ളം പറ്റ കുറവായാൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്നാൽ മക്കൾക്കൊന്നും വലിയ തീർപ്പതി ഉണ്ടാവില്ല കേട്ടോ. ഇച്ചുമില്ല കേട്ടോ വലിയ തീർപ്പതി. ഇങ്ങനെ ആകുമ്പോൾ ഇച്ചി ആ അപ്പത്തിന് ഇങ്ങനെ നല്ലൊരു ഓട്ടം ഇങ്ങനെ ഉണ്ടാകണം. അപ്പോൾ ഈ അപ്പം കാണാനും ഒരു ചൊറുക്കുള്ളൂ, തിന്നാനും ഒരു സുഖമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് പിന്നെ വെള്ളം പാർന്നതിന് ശേഷം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഇതാക്കണേ പിന്നെ പാർന്നു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മളപ്പം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ അപ്പം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മളപ്പം ഒരു ഉസാറായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ചട്ടിക്ക് ഒരു കടിയുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ, ഒട്ടി പിടിച്ചുകൊണ്ടാണ് ചില നേരത്തെ. അപ്പോൾ ഇതാണ് ഈ അപ്പമൊക്കെ അങ്ങനെ ശരിയായിക്കണേ. ബാക്കിയെല്ലാ അപ്പങ്ങളൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ്റിനില്ല തണിയും തീമണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ചോറ്റിനില്ല തണിയും കൊടുന്ന് വെച്ചിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അപ്പച്ചട്ടി ഒന്ന് വാങ്ങിയേക്കാം. അതിലൊരപ്പം കൂടെയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് നമുക്ക് ചോറ് തീമടണം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഞാൻ അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. ഇനി വെള്ളം ഒന്ന് ചൂടാക്കട്ടെ. അപ്പോൾ നമ്മളെ മിന്നുട്ടിനെയും കൊണ്ടുവന്ന് ആസ്പത്രിക്ക് പോകണം കേട്ടോ. ഇന്ന് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണേ. ഓക്ക് മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. കാരണം ഓക്ക് മൂത്രം വയ്ക്കുമ്പോൾ നല്ല വേദനയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ വെള്ളം കുടിച്ചാൽ കമ്മിയാണ് കേട്ടോ. മക്കൾ മാത്രമൊന്നുമല്ല, നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളത്തിനൊന്നും വലിയ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ നല്ലോണം കുടിക്കുക.
അപ്പം ഇനി ചാറ് ഇന്ന് ചട്ടിനിയല്ല കേട്ടോ, ഇന്നലെ ഉണ്ടാക്കിയ മീൻചാറല്ല മീനിൻ്റെ തലയിട്ട് ചാറച്ചുണ്ടല്ലോ, അതുണ്ട് കേട്ടോ. എന്നാൽ അതാണ് കേട്ടോ അപ്പത്തേക്ക്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഇട്ടിട്ട് നമ്മൾ മിറ്റടിച്ച് വരാൻ ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കമൻറ്റിലുണ്ടായിന് കേട്ടോ നമ്മളെ വീട്ടിലത്തെ പണി കുറച്ചൊക്കെ കണ്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ മിറ്റടിച്ച് വരുന്ന കൂടി ഉൾപ്പെടുത്തുകയാണ് കേട്ടോ ഞാൻ ഇന്നതിലും. പിന്നെ അടിച്ചു വരുന്ന തുറക്കണമൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോസ് ലെങ്ത്ത് കുറച്ച് കൂടുതലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു മടിയേക്കാരം എല്ലാവർക്കും കാണാൻ, ഒരു വെറുപ്പിച്ചാലല്ലേ ഒരുപാട് നേരിട്ട് കണ്ട്. അപ്പോൾ ഇതന്നെ അപ്പം ഒരു 15 മിനിറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേട്ടോ. നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോയെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ മുടിയാടില്ല. ഇഷ്ടമുള്ളവർ കാണി, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളിട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ മിറ്റടിച്ചവരൊക്കെ വന്നപ്പോത്തിന് പിന്നെ മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യാണ്ടതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോകണമല്ലോ. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, എന്നാൽ അപ്പം ചോറ് ഇപ്പോൾ ഞാൻ അടുപ്പത്തിട്ട് വേകുമ്പോഴത്തേന് നേരം കുറേ ആവില്ല എഴുതിയിട്ട് വേഗം കുക്കറിൽ ഒരു 2 വേഗം വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വലിയ കുട്ടിക്ക് കോളേജില്ല കേട്ടോ, ഞാൻ വ്യാഴാഴ്ച ഉള്ളൂ കേട്ടോ കോളേജ്. അപ്പോൾ കടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിന്ന് അറിയാം, ചോറ് വേഗം കുക്കറിലാണ് തീമിട്ടിട്ട് വേഗം അടുപ്പം വീതനെയൊക്കെ ഒന്ന് വേഗം തുടച്ച് വൃത്തിയാക്കിയിടാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പണിയില്ലല്ലോ. അപ്പോൾ ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളക്കും ചെയ്തു കേട്ടോ നമ്മളെ ചോറ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ഞാൻ അടുപ്പം വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് നമുക്ക് ചോറ് വെന്തിട്ട് വേണം കൂട്ടാനും ഉണ്ടാക്കണം. ഇനി അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണേ, ഞാൻ ഇനി സനൂട്ടന് പ്ലേറ്റും ഒക്കെ മൂറി വെച്ചു, കുറച്ച് അച്ചാറ് പാത്രത്തിലാക്കി. അപ്പോൾ പറഞ്ഞ് അച്ചാറ് മതിയാനായിട്ട്, മാങ്ങച്ചാറാണ് കേട്ടോ മക്കൾക്ക്, അതാണ് കേട്ടോ തിരുപ്പതി സ്കൂൾ കൊണ്ടുപോകാൻ. അപ്പോൾ വേറൊരു കൂട്ടാനൊന്നും വേണ്ട. അപ്പോൾ മീനുട്ടിൻ്റെ സ്കൂൾ കറന്നേക്കണില്ല. പിന്നെ ചാറ് ഞാൻ പരിപ്പ വെച്ചിന് കേട്ടോ, ഒരു തുള്ളി പരിപ്പെടുത്ത് കണ്ട് ചാറ് വെച്ച് തന്നെ ബാക്കിയേക്കാരം മക്കളെ. ഇവിടെ മക്കൾക്കൊന്നും വലിയ തീർപ്പതില്ല. പിന്നെ എന്തെങ്കിലും ഒരു വെള്ളം പാരണ്ടേന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കേണ്ടത് തട്ടി കൂട്ടിയിട്ടൊരു പരിപ്പ് ചാറും വെച്ചിക്കണം കേട്ടോ. ചിലവർക്ക് ഇഷ്ടമായിക്കാനും പരിപ്പ്. പക്ഷേങ്കിൽ ഇവിടെ മക്കൾക്കുണ്ടല്ലോ, ഞാനും വലിയവനും മാത്രമേ കൂട്ടുള്ളൂ, മിന്നൂട്ടിയും കൂട്ടൂല, സനുട്ടനും കൂട്ടൂല കേട്ടോ. ഓലിക്ക് ഇഷ്ടപ്പെട്ട ചാറാണെങ്കിൽ മാത്രം കൂട്ടുള്ളൂ, അല്ലെങ്കിൽ ഓലിക്ക് കഞ്ഞി മതിയാവും. അപ്പോൾ ഇതാക്കണേ, ഇന്നലെ പൊരിച്ച മീനിൻ്റെ ബാക്കി ഒരു 4-5 മീൻ അതുകൊണ്ടേനി. പിന്നെ പൊരിച്ച മീൻ ഇതാക്കണേ ഒരു 3 എണ്ണം അതുകൊണ്ട് കേട്ടോ. അപ്പം ഇനി അതുകൂടിയാണ് പൊരിച്ചിട്ട് നമുക്ക് എടുത്തേക്കാം. ചോറ് ഇതാക്കണേ ഞാൻ വെച്ച് ഊറ്റിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ മീൻ പൊരിയട്ടെ. അപ്പം ഇനി ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണേ മീനായി. ഇനി കുളിച്ചണം, തിരുമ്പൽ പിന്നെ മെഷീനിലിട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് കുളിച്ചിട്ട് നമുക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ബദർപാടി കാരം എന്തൊരു തിരക്കാണെന്നറിയാം. പിന്നെ തിങ്കളാഴ്ചയല്ലേ, ഞായറാഴ്ച ഉണ്ട് കേട്ടോ നമ്മളിവിടെ ആസ്പത്രി. എന്നാലും തിങ്കളാഴ്ചയാണ് ലാബൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ നല്ല തിരക്കേക്കാരം. അപ്പോൾ അങ്ങനെ ഏതായാലും മീൻ പൊരിയൊക്കെ കഴിഞ്ഞ് മറ്റേ മീനുണ്ടല്ലോ പൊരിച്ച് വെച്ചിന് മീൻ, അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇട്ടിട്ടാലൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ അതും കൂടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടും നമുക്ക് ഇനി നമ്മളെ ഗ്യാസ് കൊണ്ട് ഓഫാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, മീനൊക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വന്നിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടിയേക്കാം. ഇനി നമുക്ക് വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് നമുക്ക് പോകാം. അങ്ങനെ ഇതാക്കണേ, കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താട്ടിന്നറിയോ വന്നുകാണ്ട് ഗ്യാസൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഓഫാക്കിക്കണോ, ഈ ചെലിയെങ്കിലും പോകുമ്പം ലൈറ്റ് ഓഫാക്കിക്കണോ, അതേ പറഞ്ഞ മാതിരി ഗ്യാസ് ഓഫാക്കിക്കണോ, വാതിലടച്ചിക്കണോ എന്നൊക്കെ ഒന്നുകൂടി രണ്ടിട്ടൊക്കെ പോയി നോക്കൂട്ടോ. എന്നിട്ട് ഞാൻ വലിയ കുട്ടിയറി ഇൻ്റെ അമ്മക്ക് പിരാന്താണ്, ഈ നോക്കിയത് തന്നെ നോക്കി കിടക്കണം എന്തിനമ്മ, ഒരട്ടം നോക്കിയതല്ലേ അറിയട്ടോ. പക്ഷേ എങ്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബേജാറാണ് കേട്ടോ. റബ്ബേ ഗ്യാസ് ഓഫാക്കിയില്ലേ എന്നൊക്കെ. അപ്പോൾ നല്ല അതോടെ ഉറപ്പ് വരുത്തിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ഓൻ്റെ അപ്പോഴാണ് കേട്ടോ പോയത്. ഞങ്ങൾ ഉണ്ടല്ലേ, ഇതാണ് കേട്ടോ ഞങ്ങൾ അവിടുത്തെ ആസ്പത്രി, ഗവൺമെൻറ് ആസ്പത്രിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ് മക്കളെ, പെരും തിരക്ക്. ഞാൻ പറഞ്ഞില്ലേ ബദർപ്പാടിയാണ് എന്നുള്ളത് കണ്ടല്ലേ, ഇഷ്ടം പോലെ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും പോയി ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ് കേട്ടോ, എന്താണ് അവിടുത്തെ അയൽ എന്നുള്ളത്. ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ ഉറപ്പാണ് തിരക്ക് നീക്കാരൊന്നുമില്ലത്. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് ടോക്കനൊക്കെ കിട്ടിയത് 89 കേട്ടോ. അപ്പോൾ അങ്ങനെ ടോക്കനെ കിട്ടി, ഡോക്ടറെ കാണിച്ച്. അപ്പോൾ പറഞ്ഞ് മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്, പിന്നെ രക്തം നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ രക്തം ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഭയങ്കര പേടിയിട്ടോ മുപ്പത്തേർക്ക്. അത് കഴിഞ്ഞാൽ പറയും വരുത്തൊന്നുമില്ല ഇനിയാണ് കേട്ടോ. അങ്ങനെ അതാക്കണം, ഡോക്ടറെ കാട്ടി മരുന്നൊക്കെ കിട്ടി, പനിക്കുള്ള മരുന്ന് പിന്നെ ഇതിനുള്ള മരുന്ന് കിട്ടിക്കണം കേട്ടോ, മൂത്രച്ചൂടിനുള്ള മരുന്ന് പിന്നെ ഓറസും പൊടി ഇട്ടിങ്ങനെ കേട്ടോ ക്ഷീണത്തിന്. അങ്ങനെ അതൊക്കെ കാട്ടി ഞങ്ങൾ തിരിച്ചു പോന്നിക്കാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നിൽക്കാനാണ് കേട്ടോ നമ്മളെ വലിയ കുട്ടി വന്ന് പിന്നെ പെരിയിലെത്തി. അങ്ങനെ ഒക്കെ ഗുളിക കൊടുക്കണം. അപ്പോൾ തന്നെ 2 വീതം ഗുളികയും ഓറസും പൊടി ഇട്ടാം. അങ്ങനെ ഒക്കെ ചോറ് വേണോ ചോദിച്ചപ്പോൾ പറഞ്ഞിച്ച് ചോറ് മാണ്ടം വെച്ച് ഇച്ച് കഞ്ഞി മതിയാൻ. അങ്ങനെ ഒരു കണ്ടം മീനും കഞ്ഞിയും മുക്കി കൊടുക്കാണ് കേട്ടോ, നല്ലോണം വെള്ളം കൊടുക്കാനും പറഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. സ്കൂൾക്ക് പോകാതെ നിന്നാൽ അങ്ങനെ മയ്യത്ത് കൂടെയൊക്കെ മണ്ടി കളിച്ചുകൊണ്ട് നടക്കും.
അപ്പോൾ മാറിയിട്ട് വേണം പറഞ്ഞേക്കാം. ഇൻഷാല്ലാ നാളെ പറഞ്ഞേക്കണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ടേ. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.